എല്ലാരും നമ്മളത് നാടൻ പാട്ട് എന്ന രീതിയിൽ പാടിപ്പോയെങ്കിലും അങ്ങനെയല്ല. അതിന്റെ മനസ്സിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കവിതയുടെ ഒരു പൊതുവ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു കവി വീശുന്നു. ആ കവിയുടെ പേര് സഹോദരൻ അയ്യപ്പൻ എന്നാണ്. അദ്ദേഹം ഇതിന്റെ ആദ്യത്തെ വരികൾ മാത്രം എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വളരെ പ്രചാരമുള്ള ഒരു വരിയുടെ പിന്നാലെ അത് കവിത രചനാ തന്ത്രമാണ്. കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കും. പ്രചാരമുള്ള ചില വരികൾ ആദ്യം പറയുക, എന്നിട്ട് അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പറയുക. ആ രീതിയാണ് സഹോദരൻ അയ്യപ്പൻ ആ കവിതയിൽ നിർവഹിച്ചത്. പക്ഷേ PSCയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ഒരു പണ്ഡിതൻ ഇത് സഹോദരൻ അയ്യപ്പന്റെ തന്നെ കവിതയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു PSC പരീക്ഷയ്ക്ക് മാവേലി നാടുവാണിന്റെ കാലം എഴുതിയ അതിന് കർത്താവായിരുന്നു ചോദിച്ചു. അത് മൂന്നൊരു പേര് പറഞ്ഞാൽ കൂടുതൽ സഹോദരൻ അയ്യപ്പനാണ് ശരി ഉത്തരമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത്. സഹോദരൻ അയ്യപ്പൻ എഴുതിയ കവിതയാണ്. അങ്ങനെയല്ല, ഇത് ശങ്കരകവി എന്ന് പറയുന്ന ഒരു കവി എഴുതിയതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായ വഴിയെ സഞ്ചരിക്കാനാണ് സഹോദരൻ അയ്യപ്പൻ ശ്രമിച്ചത്. അങ്ങനെ വ്യത്യസ്തമായ വഴിയെ സഞ്ചരിക്കുന്ന കുറേയേറെ പരിശ്രമങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും വരവേൽക്കുന്നത് മാവേലിയാണല്ലോ. എന്നാലും ഒരു നാടൻ പാട്ട് കഴിഞ്ഞാൽ 50 നാടൻ പാട്ട് പറയുന്നത് മാവേലി വരാറായി, ഓണത്തിന് എഴുതിയിട്ടില്ല. ഇത് നമുക്ക് വല്ലാത്ത ടെൻഷൻ തരുന്ന കാര്യമാണല്ലോ. ഇതെങ്ങനെ ഒരു കവിയാണ്? ആര് എഴുതിയെന്നില്ല, അറിയാമില്ല. ആരും എഴുതിയതല്ല, പറഞ്ഞു എനിക്ക് അത്ഭുതമേ വരില്ല. ചോദിച്ചാൽ ഇങ്ങനൊരു പ്രമേയമുണ്ടോ? മാവേലി വരാൻ പോകുന്നു, പക്ഷേ നമ്മുടെ അറിയായിട്ടില്ല ഓണത്തിന് എന്ത് ചെയ്യും? അതാണ് ആ കവിതയുടെ പ്രമേയം. ഇതിനൊക്കെ നമ്മളെ അത്ഭുതമുണ്ട്. വഴിമാറി സഞ്ചരിക്കുന്ന പഴയ പൂർവികരായിട്ടുള്ള കർഷകത്തൊഴിലാളികൾ, അവരുടെ നിലപാടുകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ വഴിയാത്ര എങ്ങനെയായിരുന്നു തെളിയിക്കുന്നതാണ്. ഒറ്റവണിച്ചില്ല, ചെത്തിപ്പറിച്ചില്ല, എന്തെന്റെ മാവേലിയോണം വന്നു. ചന്തയിൽ പോയില്ല, മലക്കറി വാങ്ങില്ല, എന്തെന്റെ മാവേലിയോണം വന്നു. അക്ഷരം വന്നില്ല, ആടകൾ തന്നില്ല, എന്തെന്റെ മാവേലിയോണം വന്നു. അമ്മാവൻ വന്നില്ല, സമ്മാനം തന്നില്ല, എന്തെന്റെ മാവേലിയോണം വന്നു. പിള്ളേരും വന്നില്ല, പാടകൾ തീർന്നില്ല, എന്തെന്റെ മാവേലിയോണം വന്നു. അങ്ങേരി പെണ്ണിന്റെ അങ്ങേരും വന്നില്ല, എന്തെന്റെ മാവേലിയോണം വന്നു. ഇങ്ങനെ ചിന്തിക്കണം. മാവേലിയെ രണ്ടിലേക്ക് വരവേറ്റതല്ലേ മലയാളികൾ. പക്ഷേ വ്യത്യസ്തമായ ചിന്ത അവരുണ്ടെങ്കിൽ